തിരുമേനി പറഞ്ഞ് അവിടെ കയറണ്ടാകും പുളിമ്പാക മറിക്കാൻ വന്നപ്പം അവന്റെ കാല കയറി ഒരു പിടി പിടിച്ച് അവിടെ ഒരു നോട്ടം നോക്കിയപ്പം ഭായ് ഹെഗുണ്ട് വേണ്ട കളത്തിൽ കുളിക്കാൻ പോലെ ധാരി വന്ന പോട്ടെ അളിയാ. അടുത്ത ശ്രീനിവാസ് നീ പറയണ്ട ഇവിടെ ആൾക്കാർ പറയും. ഞാൻ ശ്രീനിവാസ് സാമളെ സാമളെ ഉറക്കാൻ കുറച്ച് വെള്ളം എടുക്കാനാ സാമളെ അച്ഛനോട് പറയരുതോ ഞാനവിടെ വന്നതായിരിക്കും. ഞാനൊക്കെ കുറച്ച് കുടിക്കാൻ വെള്ളം എന്താണത് അങ്ങോട്ട് പോകുന്നത് കോഴ പിടിക്കുന്നത് എല്ലാം ഞാനിപ്പോ കണ്ടിട്ട് ചാടി കൂട്ടും. സാമളെ കുറച്ച് വെള്ളം തരും. നീ കൊച്ചുപ്രായം എടുക്കുമ്പോ നമ്മുടെ തെങ്കാശി പറഞ്ഞത് കൊച്ചുപ്രായം പറഞ്ഞില്ല മറ്റേ സ്വടീന്ന് പറഞ്ഞോടെ അളിയ പട്ടീന്ന് വിളിച്ചേ നമ്മളെ നെരുടി വീണു. എന്താ എന്നോട് പറഞ്ഞില്ലയോ പല പ്രാവശ്യവും കടമ്പല്ലി പോവല്ലെന്ന്. അതുകൊണ്ട് രക്ഷയുണ്ട് കുട്ടിയുടെ ദേഹത്ത് കൊണ്ടത് ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി അവിടെ ദേഹത്ത് രക്ഷയുണ്ടെന്ന് ഡോക്ടറെ കൊണ്ടുവന്നു രക്ഷയുണ്ടെന്ന് പറഞ്ഞത് എന്താ പറയാ ഇറങ്ങി പോവാ എന്നെ രണ്ടു പേന്ന് ജനാർദ്ദൻ അയ്യോ അടുത്തുടികടാ പൊറ്റപ്പ അവന്റെ കാല് ഇവിടെ എന്റെ കാലിലടാ അവന്റെ കാല് അടുത്തുടികടാ. പപ്പു പപ്പു പെണ്ണിന്റെ പേരെന്നെ പറയാ ഇത് കൊന്ന പറഞ്ഞ് സോമന്റെ മറ്റുള്ള ലേലത്തത് ഓ അതിരുവേനി ഈ തിരുമേനി അത് ഡയലോഗ് കറക്റ്റ് അല്ല, സ്വരം സൗണ്ട് അത്ര പക്കല്ല. എന്നാലും ഞാൻ ചെയ്യാം. നേരെ തിരുമേനി എന്റെ അമ്മച്ച് കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ എന്റെ അപ്പൻ ഒറ്റ വീട്ടിനെ 2 തുണ്ടവാക്കി. എന്നിട്ട് എന്റെ അപ്പൻ കഴുമർത്തി കയറുമ്പം എനിക്ക് അന്ന് 9 വയസ്സ്. അങ്ങാടി തെണ്ടിപ്പറക്കി നിറഞ്ഞ തള്ള എനിക്ക് ഈ ശക്രിയം തെളുമ്പുന്ന പൈസ. ഇന്ന് ഞാനൊരു രാജാവ്. നേരെ തിരുമേനി തേന്തയില്ലാത്തവനാ ഈപ്പൻ. തിരിഞ്ഞുപോയി ഡയലോഗ് മൊത്തം പഠിക്കണം. എല്ലാം കൈവിട്ട് പോയി. മുകേഷ് ഇല്ല, മുകേഷ് പോയ സൗണ്ട് ഒന്ന് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ക്ലിയർ അല്ല, എന്നാലും നോക്കാം. ഞാൻ അപ്പുറത്തൂടെ ബന്ധപ്പെട്ടത് പോയി. മേല് നെല്ല് നെല്ല് ഐ ലവ് യു ഡേ ഐ ലവ് യു. എല്ലാം പറയുന്നത് തൊണ്ട ഉണങ്ങിയ വലിയ പ്രശ്നമാണ്. ഇത് ദാസപ്പെട്ടു, ഇത് കണ്ണപ്പെട്ടു. ഇത് ദാസപ്പൻ, ഇത് കണ്ണപ്പൻ. ആളുകൾ ബിരിയാണി കിട്ടിയാല പിന്നെ നമ്മുടെ വേറെ തിലകൻ
വടിവേലു തമിഴ് പോയി തമിഴ് പോയി ജഗദീഷ് അത് ഗ്യാസ് കാണോ ആയിരുന്നു. ഒന്നും വരുന്നില്ലടാ മയിലെ. ബിന്ദു പണിക്കര് പെണ്ണിന്റെ സ്വരം ആരും എടുത്തില്ല. കൽപ്പന കൽപ്പന ബിന്ദു പണിക്കര് ഒരു പെണ്ണ് സ്വരം ചെയ്യാം. പെണ്ണ് ഒരു പെണ്ണ് വേണ്ട. അല്ല അത് അത് വേണം അത് വേണം അത് വേണം വേണ്ട. അത് വേണം. നീ ബിന്ദു പണിക്കര് എടാ തിരിവേ ഒരു എടാ ബാബു. വേറല്ല അതെല്ലാം ചെയ്ത് നിക്കേ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നവ്യ നായർ നന്ദന പറഞ്ഞിട്ടില്ലേ? ഒന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കണം. ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ എന്റെ മിക്രോഫീൽഡ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും വോയിസ് എല്ലാം ഗേൾസിന്റെ വോയിസ് എല്ലാം ഞാൻ പെണ്ണേ അല്ല നമ്മുടെ ഈ നവ്യ നായർന്നുണ്ടല്ലേ? നവ്യ നായർന്നുണ്ട് നമ്മുടെ ഫിലോന പ്രകാശ് പ്രകാശ് രാജ് ചെയ്തില്ലേ? പ്രകാശ് രാജ് ആരുടെ ഏഴ് ഉണ്ണത്തിരമ്പത് തണ്ണി ഇരിക്കുന്ന തൂക്ക് വെക്കണ വിടി വെക്കൻ. അടുത്ത നമ്മുടെ എടാ നന്ദനം നവ്യ നായർ ബിന്ദു പണിക്കര് അത്ര എടാ ബാബു, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേടാ മത്തി വെട്ടിത്തടാന്ന്. വേണ്ട. അത് വേണ്ട. ഹലോ കള്ളൂടിന്റെ റോൾ ചെയ്തല്ലോ. കള്ളു കുടിക്കാത്തതാണല്ലോ. എന്നെ കണ്ടിട്ടില്ലല്ലോ. അല്പം വെള്ളം എടാ കുപ്പിയിൽ വെള്ളം ഇടുക. അമ്മ കൂട്ടുകാർ വന്നപ്പോ നമ്മള് കാണിച്ചില്ലെങ്കിൽ മോശമില്ല. എന്തത് നാളെ യൂട്യൂബിൽ നമ്മ കുതിര നിർമ്മിണ കമ്പനി ഷട്ടിലില്ല നോക്കണ്ട. എന്നോട് ഞാൻ പറയുന്നില്ല പല പ്രാവശ്യവും. അതില് മുതലാക്കിയ എടാ എന്നെ വെച്ച് കളിക്കരുത് പൊന്നു മോനെ ആകപ്പാട പഴയ എബ്രാഹിമിനോട് ഞാൻ പല പ്രാവശ്യം എന്നെ ക്യാമറ എടുക്കരുത്. പറ്റത്തില്ല. ഏത് അതിൽ പിടിക്കത്തില്ല. നീ നട്ടിപ്പോവാ. എടാ എഫുട്ടി ഞാൻ കാണും. മനസ്സിലായോ? അയ്യോ എന്റെ മുഖമാണോ? അല്ലെ നമ്മ തമ്പാറ സ്റ്റേഷനിൽ നമ്മൾ ഇന്നിപ്പോ ഗൾഫിൽ പോകാൻ വിസരാവുന്ന അമരീഷ് എഞ്ചിനീയറിംഗ് LLC മണ്ണ് തോണ്ടാൻ ഞാൻ പറഞ്ഞ കാസ് വേണ്ട. അവിടെ ജെസ്സിബി ഉണ്ട് തൊണ്ടിക്കളോന്ന്. എന്നിട്ടും കേട്ടില്ല എന്നെ കൊണ്ട് പിക്കാസ് വെച്ച് മര്യാദയുള്ള പണി ഒന്നും ഉള്ളത്. നിങ്ങൾ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നല്ലോ. എന്നെ കാണുമെന്നാണ് ഈ പടി തന്നെ കാണുന്നത്. എന്റെ കൂട്ടുകാരൊക്കെ കാര്യം മഹാബലി
കഴിഞ്ഞ വർഷം ഇവനെന്റെ 2 രൂപ വാങ്ങിച്ചിട്ട് പോയിട്ട് പറയുക അളി 50 പൈസ പലിശ തരാമെന്ന്. എന്നോട് തണ്ടിപ്പുറക്ക് കള്ളുടിക്കാൻ എന്നോട് 50 പൈസ പലിശ തരാമെന്ന്. 50 കിട്ടിയാൽ 10 രൂപ ടച്ചിങ്സ് വാങ്ങാൻ 20 രൂപ എന്ന് വിചാരിച്ചിരുന്നവനുണ്ടല്ലോ പറ്റിച്ച്. ഇന്നലെ എന്റെ അടുത്ത് വന്നിട്ട് പറയുവാ ഒരു പെഗ് വരാൻ. ഞാൻ വല്ലയിടത്തും കുപ്പി ഊറ്റിക്കൊണ്ട് വെച്ച സാധനം എടുത്ത് അവൻ അടിച്ച് എന്റെ തനിപുരം വരുന്ന കണ്ടോ? എന്റെ കൈകളെല്ലാം കാലുകളെല്ലാം ആകപ്പാടെ പറയും. നിക്കറിന്റെ വള്ളിലേക്ക് ഊരി ഊരി താഴോട്ട് പോകുന്നു വിളിച്ച് മേപ്പോട്ട് കേട്ടിട്ടെ വെളിയില് ആരെന്താ ചോദിച്ചേ? പിള്ളേരുടെ കള്ളുടിച്ചോണ്ടിരിക്കുമ്പോഴാണോ കൊണ്ണ 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 ആരെ നോക്കട്ടെ. അപ്പോഴേ ഞാൻ പറഞ്ഞ നീ വെളിയിൽ പോണ്ട വെളിയിൽ പോണ്ടെന്ന്. ബിരിയാണിക്കകത്ത് ചിക്കൻ എന്താ പറ എന്നെ കാലില്ലെന്ന്. അടുത്ത് തന്നെ മുന്നോട്ട് പോ, ചിരിപ്പിക്കല്ലോ നിങ്ങളെ. അത് നമ്മുടെ ഹോബി ഇല്ലയോ? എയർപോർട്ടിൽ വന്നിട്ട് ഇപ്പൊ നായിന്റെ മോനോട് പറയുക വണ്ടി കയറാൻ. നമ്മളെ കയറുവോ? ഇല്ല, നമ്മളെ കാലവണ്ടി കിടന്നാ നാട്ടില്. ബൈക്ക് കയറിയപ്പോ കാല് പൊങ്ങുന്നില്ല. എന്ത് പ്രശ്നം അവിടെ? അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. ഏതാ അളിയാ, മനസ്സിലായോ? അതെ, ഒരു രൂപ കടിച്ചിട്ട് പോകുന്നപ്പോ അവൻ പറയാ അളിയാ എന്റെ ഒരു ബക്കറ്റ് പോണെന്ന്. കുപ്പി മണപ്പിച്ചാൽ പരിപ്പാവുന്ന എനിക്ക് അവനൊരു ബക്ക് എന്നിട്ട് പറയാ അളിയാ അവന്റെ പകുതി കൊടുക്കാൻ ഞാൻ കൊടുക്കുവോ? അത് 10 പ്രാവശ്യം അടിച്ചതാ ഒരു ബക്ക്. ഈ നയൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാ ഒരു ബീർ കഴിക്കാൻ. എടാ നീ എനിക്കൊരു ബീർ തന്നപ്പം ഞാൻ നിനക്ക് എത്ര പേരുടെ പൈസ തന്ന്? 50 പൈസ. ഷെയർ തന്നില്ലോടാ? എടാ 50 പൈസ തന്നപ്പം ഞാൻ മര്യാദ ഉള്ള ഇച്ചിരിയെങ്കിലും തരണ്ടായില്ലോടെ പെരുക്കാൻ വേണ്ടി ചെറുതായിട്ട് ഉറങ്ങാൻ. ഇതിനെ ഇന്നലെ നീ പാമ്പായി അല്ലേ? എന്റെ ശിഷ്യനാടാ നീ. ഉറങ്ങാൻ കതോർത്തുന്നപ്പം നീ എന്നെ വിളിച്ചില്ലല്ലോടാ. അല്പം മദ്യത്തിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എനിക്ക് ഒരിച്ചിരി മദ്യം തരാമായിരുന്നോടാ. മദ്യം വിഷമാണ്. നിങ്ങൾ മദ്യം കഴിച്ചിട്ട് എന്താ ആകും? ഒരു കഴിച്ചാ ആവുമായിരിക്കും. എനിക്ക് മണപ്പിച്ച മതി. അടപ്പിനത് ശശി ശകലം തന്നാ മതി. ഇവിടെ വേറെ ചെയ്യുന്നപ്പോ ബില്ലുമായിട്ട് എന്നാ പറയാ കഴിഞ്ഞ മാസത്തെ ബില്ല് കൊണ്ടുവരാൻ. ഞാൻ ചോദിച്ചതെല്ലാം അവിടെ കുഴിവിക്കോട്ടി അവിടെ കൊണ്ടുവെക്കും. അണ്ണ 5 രൂപയുണ്ട്, അടപ്പിന് തന്നാ മതി. 100 മില്ലി വേണ്ട, മണപ്പിച്ച മാത്രം മതി എണ്ണ. അടപ്പ് പറഞ്ഞ അണ്ടിപ്പരപ്പിന്റെ വില ഓർത്തപ്പോഴേ ഓർത്തത്. ഒരു ദിവസം ട്രെയിനിൽ ഗുരുവായൂർ യാത്ര ചെയ്യുക. ഒരു പെണ്ണ് അവന് അണ്ടിപ്പരിപ്പ് പോയിട്ട് വന്ന് കച്ചവടത്തിന് ചില്ലറയാണല്ലോ വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്മോള് മതി, അണ്ടിപ്പരിപ്പ് വേണ്ടാന്ന്. അപ്പോഴവളുണ്ടല്ലോ അണ്ടിച്ചെന്ന് കാണിച്ചിട്ട് പറയാ ഇതിനകത്തുണ്ടെന്ന്. ശരിയാണോ അല്ലയോ? പ്ലേറ്റിനകത്ത് നിങ്ങൾ തെറ്റിരിച്ച് പ്ലേറ്റിനകത്ത് അപ്പൊ ഞാൻ അത് പൊക്കി 5 രൂപ ഇല്ല. അവളോട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുത്, ഒരു ഇച്ചിരി പെക്ക് തന്നാ മതി നടപ്പിനകത്ത്. അപ്പൊ അവള് പറഞ്ഞു അടപ്പ് ഉറക്കാൻ പെരുത്തോളാൻ. ഫ്ലാറ്റ് ആവുന്ന പോലെ അവിടെ കിടന്ന് ഞാൻ എങ്ങോട്ടല്ലോടാ ഡാൻസ്. അപ്പഴേ അവൾ എന്റെ അടുത്ത് പറഞ്ഞടാ, തമിഴിലാ പറഞ്ഞെന്നോ എനിക്ക് മനസ്സിലാക്കാം. അന്ന് ട്രെയിനിൽ നിന്ന് വെള്ളോട് ചാടിയപ്പോ ഏതാണ്ടൊക്കെ താഴെ പോയ പോലെ കാലും കൈ ആയിരുന്നു. എന്തുവന്ന ട്രെയിൻ നിർത്തിയപ്പോഴേ ചാടിയില്ലേ? പോയിക്കൊണ്ടെങ്കിൽ നമ്മള് ചാടുവോ? നമ്മള് വെള്ളം അടിച്ചാലും നമ്മള് കുതിരയാവോളിയാ. ഇത് പുന്നപ്പുറ പ്രശാന്തിന്റെ